എമ്പുരാനല്ല നിന്റെ ഹീറോ, തമ്പുരാനാണ് എന്റെ ഹീറോ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം എമ്പുരാനെ പരാജയപ്പെടുത്തിയ തമ്പുരാൻ. ചെരുവായ ലൂസിഫർ ഞാൻ മേലെ കയറുമെന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, സാരമില്ല, ഇരുന്നോട്ടെന്നല്ല പറഞ്ഞത്, നിഗളിക്കല്ലേ, നിഗളം ഒന്നാമത്തെ പാപം. ദൈവം ആ ലൂസിഫറിനെ വെട്ടി എറിഞ്ഞു കളഞ്ഞു. ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ല ഈ യുദ്ധം കേട്ടോ. ഉൽപ്പത്തിയുടെ ആരംഭം മുതൽ തന്നെ ഏതു വിധേനയും ചതിച്ചും വഞ്ചിച്ചും കൗശലത്തിൽ ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ സിംഹാസനം സ്വന്തമാക്കണമെന്ന് പറഞ്ഞ് അന്നു മുതലേ തുടങ്ങിയതാണ്. പല പ്രാവശ്യവും പരാജയപ്പെട്ടു. ഇനിയും പരാജയപ്പെടുക മാത്രമാണ് അവന് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതാ പുതിയ ഭാവത്തിൽ എമ്പുരാൻ എന്ന പേരിൽ. 2 ദിവസങ്ങൾക്ക് മുൻപ് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരിൽ ഒരുവനായ പൃഥ്വിരാജ്, സിനിമ നടനാണ്, അയാളുടെ ഫേസ്ബുക്കിൽ അയാൾ പങ്കുവെച്ച ഒരു വാക്കുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ വാക്യമാണ്. അതിനെ വികലമാക്കി പൃഥ്വിരാജ്. ആ പോസ്റ്റ് എൻ്റെ ഉള്ളത്. അയാൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത്, അന്തിമമായ ഒരു നാമം ഉണ്ടായിരുന്നു, ആ നാമം ലൂസിഫറിന്റെ പക്കലായിരുന്നു, ആ നാമം ലൂസിഫർ തന്നെയായിരുന്നു. ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്ന ദൈവവചനത്തിന്റെ മഹത്വമെടുത്ത് ലൂസിഫറിന് കൊടുത്ത പൃഥ്വിരാജെ, താങ്കളോട് ദൈവം ക്ഷമിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരണം അറിവില്ലായ്മയുടെ കാലങ്ങൾ ചെയ്യുന്നു ദൈവം ക്ഷമിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എൻ്റെ കുഞ്ഞുങ്ങളെ, ഞാൻ വളരെ നിഷ്കർഷയായിട്ട് പറയും, ഒരു ബൈബിൾ പ്രഭാഷകൻ എന്നുള്ള നിലയിൽ പറയുകയാണ്, നിങ്ങൾ അതിനകത്ത് പങ്കാളികളാകരുത്. അതിലെ പാട്ടുപാടി സിനിമയ്ക്ക് പണം കൊടുത്ത് അതുപോയി ഇരുന്ന് കണ്ടിട്ട് ആ പകർച്ചയുമായിട്ട് നിങ്ങൾ തിരിച്ചു വരരുത്. പിശാചിനെ വാഴ്ത്തിപ്പാടുന്ന ഒന്നിനകത്ത് നമുക്ക് പങ്കാളിത്തമില്ല. ഇത് ചതിയാണ്, ഇത് വഞ്ചനയാണ്. ഏതെല്ലാം നാമത്തിലും ഭാവത്തിലും എമ്പുരാനെ നീ ഞങ്ങളെ ചതിക്കാൻ നോക്കിയാലും വെളിപ്പാട് പ്രാപിച്ച ദൈവജനം നിന്നെ തിരിച്ചറിഞ്ഞ് തന്നെയാകും. അതേ, ഉൽപ്പത്തിയുടെ ആരംഭം മുതൽ നീ ഞങ്ങളുടെ എതിരാളിയാണ്. മരണത്തിന്റെ ദിവസം വരെ നിന്നെ ഞങ്ങൾ എതിർത്തു തന്നെയാകും. നമ്മൾ പാടേണ്ട പാട്ട് ഇല്യൂമിനാറ്റി ഒന്നുമല്ല. അകലം പാലിക്കേണ്ടതിനോട് അകലം പാലിക്കണം. കബളിപ്പിക്കുന്ന, ചതിക്കുന്ന, വഞ്ചിക്കുന്ന തിന്മയുടെ വ്യാപാരങ്ങൾ സിനിമയെ സിനിമയായി കണ്ടാൽ മതിയെന്ന് പറയുന്നവരോട് ഞങ്ങൾ വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു, ഞങ്ങളുടെ ദൈവത്തിന്റെ എതിരാളിയെ പുകഴ്ത്തുന്നത് ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കുകയില്ല. പലതിൽ ഹീറോയുണ്ട്. ഫുട്ബോളിൽ മെസ്സി ഹീറോയാണ്, ടെണ്ടുൽക്കർ ക്രിക്കറ്റിൽ ഹീറോയാണ്. സ്തോത്രം. മൈക്കൽ ജോർഡൻ നല്ല ഉയരമുള്ള ഒരാൾ, ബാസ്കറ്റ് ബോളിൽ തൻ ഹീറോയാണ്. പിണറായി വിജയൻ കമ്മ്യൂണിസത്തിന്റെ ഹീറോയാണ്. സനാതന ധർമ്മത്തിൽ നരേന്ദ്രമോദി ഹീറോയാണ്. പക്ഷേ യേശു കർത്താവ്, ഹി ഈസ് ദ ചാമ്പ്യൻ ഓഫ് കാൽവരി. ആ തമ്പുരാൻ നിന്റെ ഹീറോയാണ്. കമാൺ, ഏതോ ഇലുമിനാറ്റി ഏജന്റ് അല്ല എൻ്റെ ഹീറോ, ഏതോ ഫ്രീ മേസൺ ഉടമസ്ഥനല്ല എൻ്റെ ഹീറോ, ഏതോ സാത്താന്യ ആരാധനക്കാരനായി കറുപ്പ് വിട്ട് നടക്കുന്ന ഏതോ ഭൂതത്തിന്റെ ഏജന്റ് അല്ല എൻ്റെ ഹീറോ. ഓ, മരണത്തെയും പാതാളത്തെയും പരാജയപ്പെടുത്തി ഉയർത്തെഴുന്നേറ്റവനാണ് നിന്റെ ഹീറോ. വ്യക്തമായി പറഞ്ഞാൽ എമ്പുരാനല്ല നിന്റെ ഹീറോ, തമ്പുരാനാണ് എന്റെ ഹീറോ. എല്ലാ മന്ത്രവാദിയും കേൾക്കണം, എല്ലാ ഇലുമിനാറ്റി കേൾക്കണം, നിന്റെ ഭൂതം, എല്ലാ സാത്താൻ ആരാധനക്കാരൻ എന്ന് പകൽ കേൾക്കണം. ലൂസിഫർ ആരാണെന്ന് അറിയാമോ? അവൻ നിന്ദ്യമായ ചുള്ളി, അവൻ ഉണങ്ങിയ വിറക് കമ്പ്. ഓ, യെശയ്യാ പ്രവചനം 14:19, ആകാശവും ഭൂമിയും മാറിയാലും മാറ്റമില്ലാത്ത വചനം പറയുന്നു, പുല്ലുണങ്ങും ഭൂവാടും എന്നേക്കും നിലനിൽക്കുന്ന ദൈവത്തിന്റെ വചനം പറയുന്നു, സാത്താൻ ഒരു നിന്ദ്യമായ ചുള്ളി. ദൈവം ലൂസിഫറിനെ വെട്ടി എറിഞ്ഞു കളഞ്ഞു. കണ്ടവരുണ്ടായിരിക്കും. കമോൺ, മാനസാന്തരപ്പെട്. സ്തോത്രം. അതെ, ദൈവം ലൂസിഫറിനെ വെട്ടി സ്വർഗത്തിൽ നിന്ന് എറിഞ്ഞു കളഞ്ഞു. ഒരു മരത്തിൽ നിന്ന് ഒരു ശിഖരത്തെ വെട്ടി എറിഞ്ഞാൽ അത് ഉണങ്ങുന്നത് പോലെ ഇന്ന് പകൽ ശത്രുവേ കേൾക്ക്, നീ ഉണങ്ങിയവനാണ്. സാത്താൻ ഉണങ്ങിയ ചുള്ളിയാണ്. നിന്നെയോ നിന്ദ്യമായ ചുള്ളി പോലെയും വാൾ കൊണ്ട് കുത്തേറ്റം മരിച്ച് കുഴിയിലേക്ക് കല്ലോളം ഇറങ്ങിയവരെ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നവനായി ചവിട്ടി മെതിച്ച ശവം പോലെയും നിന്റെ കല്ലറയിൽ എറിഞ്ഞു കളഞ്ഞിരിക്കുന്നു. എബ്രായർ 12:29, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലയോ, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ബെസ്റ്റ് കോമ്പിനേഷൻ, ബെസ്റ്റ് കോമ്പിനേഷൻ. എന്തൊരു കോമ്പിനേഷൻ! തമ്പുരാൻ എൻ്റെ ഹീറോ. ബെസ്റ്റ് കോമ്പിനേഷൻ. ഇഡലിയും സാമ്പാറുമല്ല, സ്തോത്രം, തീയും വിറകുമാണ്. ബെസ്റ്റ് കോമ്പിനേഷൻ തീയും വിറകുമാണ്. പാറശാല മുതൽ കാസർഗോഡ് വരെയുള്ള
ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിലുള്ള 3.5 കോടി മലയാളികൾ കേൾക്കട്ടെ, യേശുവിൻ നാമത്തിൽ ബെസ്റ്റ് കോമ്പിനേഷൻ തീയും വിറകുമാണ്. എൻ്റെ ദൈവം, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലയോ, സാത്താൻ ഉണങ്ങിയ വിറകുമല്ലയോ. ലൂസിഫറെ, നീ ഏതെല്ലാം നാമത്തിലും ഭാവത്തിലും ഞങ്ങളുടെ മുൻപിൽ വെളിപ്പെട്ടു വന്നാലും ഞങ്ങൾ ആരാധിക്കുന്ന ദൈവത്തിന്റെ മുൻപിൽ നീ വെറും ഒരു ഉണങ്ങിയ കൊള്ളി തന്നെയാണ്. ഞങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ വിശ്വാസത്തോടെ ധൈര്യത്തോടെ ഏറ്റുപറയുന്നു, തമ്പുരാൻ എൻ്റെ ഹീറോ, തമ്പുരാൻ എൻ്റെ ഹീറോ, തമ്പുരാൻ എൻ്റെ ഹീറോ. പത്തനംതിട്ട, കേരളമേ, ഭാരതമേ, ഒരെമ്പുരാനും വിടുവിക്കാൻ പറ്റില്ല. തമ്പുരാനു മാത്രമേ വിടുവിക്കാൻ പറ്റൂ.